നമസ്കാരം. യോഗനാഥം ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട ജപ്തി നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. നടപടികൾ പൂർത്തിയാക്കി ജില്ലാ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് 23-നകം നൽകണം. ജപ്തി നടപടികൾക്ക് നോട്ടീസ് നൽകേണ്ടതില്ലെന്നും കോടതി അറിയിച്ചു. ജപ്തി നടപടികൾ ഇനിയും വൈകുന്നതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അതൃപ്തി രേഖപ്പെടുത്തി. പോപ്പുലർ ഫ്രണ്ട് കേസുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇന്നും NIA റെയ്ഡ്. കൊല്ലം ചാത്തനാംകുളത്തെ PFI പ്രവർത്തകന്റെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. PFI പ്രവർത്തകനായിരുന്ന നിസാറുദ്ദീന്റെ വീട്ടിലായിരുന്നു പരിശോധന. ഡയറിയും തിരിച്ചറിയൽ രേഖകളും NIA ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിന് പിന്നാലെ ചവറ സ്വദേശി മുഹമ്മദ് സാദിഖിനെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യമുള്ള ഒരു സംഘടനയെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. സിമി രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് എതിരാണ്. അന്താരാഷ്ട്ര ഇസ്ലാമിക ക്രമം കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത്. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ രാജ്യത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. സിമിയുടെ നിരോധന ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിച്ചത്. കൊല്ലം ഉമയന്നൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ അപകടം. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 18 കുട്ടികളെ കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. നെടുമങ്ങാട് സ്വദേശി മനുവാണ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. വീട് കയറി ആക്രമണം നടത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. പറവൂരിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ വ്യാപക പരിശോധന തുടരുന്നു. പറവൂരിലെ കുമ്പാരി ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. ഹോട്ടൽ പൂട്ടാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. പറവൂരിലെ മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 70 പേർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പശ്ചാത്തലത്തിലാണ് വ്യാപക പരിശോധന. ജോഷിമഠിൽ ആശങ്ക പടർത്തിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഈ മാസം 20 മുതൽ 27 വരെ മഞ്ഞുവീഴ്ചയ്ക്കും കനത്ത മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ഹിമാലയൻ മലനിരകളിലെ ചമോലി ജില്ലയിലെ ഓലിയിൽ 6 അടി വരെ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മഴ മുന്നറിയിപ്പുള്ളതിനാൽ സർക്കാർ വൃത്തങ്ങൾ ജോഷിമഠിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് വിദഗ്ധർ നിർദ്ദേശിച്ചു. ലഹരിക്കടത്ത് കേസിൽ CPM നേതാവ് ഷാനവാസിനെതിരെ പോലീസ് റിപ്പോർട്ട്. ഷാനവാസിന് ക്രിമിനൽ കൊട്ടേഷൻ ലഹരി സംഘങ്ങളുമായി ബന്ധം. സാമ്പത്തിക ഇടപാടുകളിൽ ഇടനിലക്കാരനായി വിഹിതം കൈപ്പറ്റുന്നു. സമ്പത്ത് ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ പിൻബലത്തിലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. DGPക്കും ആഭ്യന്തര വകുപ്പിനും റിപ്പോർട്ട് കൈമാറി. അടുത്ത വർഷം ജൂലൈ വരെ BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് JP നദ്ദ തുടരുമെന്ന് അമിത് ഷാ ദേശീയ നിർവാഹക സമിതിയിൽ പ്രഖ്യാപിച്ചു. യോഗത്തിൽ നദ്ദയുടെ പേര് നിർദ്ദേശിച്ച് രാജ്നാഥ് സിംഗ് ആണ്. തീരുമാനം ഐകകണ്ഠ്യേനയായിരുന്നു എന്ന് അമിത് ഷാ വ്യക്തമാക്കി. ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ശ്രീലങ്കയ്ക്കെതിരെ നടന്ന പരമ്പര തൂത്തുവാരിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ കീവീസിനെ നേരിടുക. അതേസമയം ശ്രേയസ് അയ്യരുടെ അഭാവം ഇന്ത്യ അലട്ടുന്നുണ്ട്. ശ്രേയസിന് പകരം രജിത് പടിദാർ ടീമിലെത്തും. മധ്യനിരയിൽ ശ്രേയസിന്റെ അഭാവത്തിൽ തുഷാർ ഇഷൻ ബാറ്റ് ചെയ്യും. 21-ന് റായ്പൂരും 24-ന് ഇൻഡോറിലുമാണ് മറ്റു മത്സരങ്ങൾ. പിന്നാലെ 3 2020 മത്സരവുമുണ്ട്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.